ഗൈസ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇന്ന് ആദിക്കുട്ടൻ്റെ പിറന്നാളാണ്, അതായത് സ്റ്റാർ ബർത്ത്ഡേ ആണ്. ഇന്ന് ഏതാ ഡേറ്റ് എന്ന് വെച്ചാൽ May 2 ആണ്. തിരുവാതിരയാണ് കേട്ടോ. അവൻ മേടമാസത്തിലെ തിരുവാതിരയാണ് ആദിക്കുട്ടൻ. അപ്പോൾ എന്തായാലും ആദിക്കുട്ടൻ സ്കൂളിൽ പോയി, അജുവേട്ടൻ ഓഫീസിൽ പോയി. അപ്പോൾ ചെറുതായിട്ട് നമ്മൾ ചെറിയൊരു കുഞ്ഞി സദ്യ എന്നൊക്കെ പറയട്ടെ. എന്ന് വെച്ചാൽ ഒരുപാട് വലിയ സദ്യയൊന്നുമില്ല. ഒരു ചോറും ഒരു മോര് കൂട്ടാനും ഒരു കിഴങ്ങുപ്പേരിയും അതുപോലെ ചെറുതായിട്ട് പപ്പടം കാച്ചിട്ട് കുറച്ച് പായസം കൂടെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കൂടുതൽ ഐറ്റംസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങളിത് കഴിഞ്ഞ് വൈകിട്ട് അജുവിൻ്റെ പപ്പയുടെയും മമ്മയുടെ അടുത്തോട്ട് പോകും. നാളെ അജുവിന് ലീവാണ്, ആദ്യകൂടിന് ലീവാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമ്മുടെ കുഞ്ഞു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് ആദ്യകൂട്ടൻ്റെ പിറന്നാൾ ദിവസമാണ് കേട്ടോ. അപ്പോൾ എല്ലാ അമ്മമാർക്കും ഈ പറഞ്ഞതുപോലെ പിറന്നാൾ ദിവസം, മക്കളുടെ പിറന്നാൾ ദിവസം എന്ന് പറയുമ്പം തീർച്ചയായിട്ടും എല്ലാവരും ആഘോഷിക്കുന്നവരായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളെന്ന് വെച്ചാൽ അജുവേട്ടൻ്റെ ആയിക്കോട്ടെ ആദിക്കുട്ടൻ്റെ ആയിക്കോട്ടെ ആരുടെ പിറന്നാളാണെങ്കിലും ആ ഒരു ടൈം വരുന്ന സമയത്ത് അവർക്ക് എന്ത് ഇഷ്ടമാണോ നമ്മൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ്, അത് ചിലപ്പോൾ അയ്യോ ഇതൊക്കെ സദ്യക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റംസ് ആണോ എന്നൊക്കെ ചിലവർക്ക് പുച്ഛം തോന്നുക കേട്ടോ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിറന്നാളിന് ഞാൻ കൂടെ ഉള്ള സമയങ്ങളിൽ എന്നെക്കൊണ്ട് എന്ത് പറ്റുന്നോ അതുപോലെ തന്നെ അവർക്ക് എന്ത് ഇഷ്ടമാണോ അതിനനുസരിച്ചോട്ടോ ഞാൻ ഉണ്ടാക്കുക. അല്ലാതെ അത് മറ്റുള്ളവർ എന്ത് പറയുന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് എന്ത് സദ്യയിൽ ഉൾപ്പെടുത്തുന്ന ഐറ്റംസ് ആണോ അങ്ങനെയൊന്നുമില്ല. പിന്നെ നമ്മുടെ സമയപരിധിയും എല്ലാം നോക്കൂട്ടാ, അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമ്മൾ ചെയ്യാറുള്ളത്. പിന്നെ അത് മാത്രമല്ല കുറേ നാളുകൊണ്ട് ഞങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് ആഘോഷിക്കുന്ന സമയങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എപ്പോഴും പുറത്തുനിന്ന് ആരെയും വിളിച്ചിട്ടോ ഞങ്ങൾ വലിയ കാര്യമായിട്ട് അങ്ങനെ ഒരുപാട് ആളുകൾ വിളിച്ചു കൂട്ടി വലുതായിട്ടൊന്നും ഞങ്ങൾ ഇന്നുവരെ ആഘോഷിക്കാറില്ല. എപ്പോഴും ഞങ്ങൾ വീട്ടിലുള്ള ആൾക്കാർ മാത്രമേ ഉണ്ടാവാറുള്ളൂ, വേറെ അല്ലാതെ വെളിയിലത്തെ ആരും ഉണ്ടാവാറില്ല. ഒന്നല്ലെങ്കിൽ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് സമയത്തൊക്കെ ഒന്നല്ലെങ്കിൽ നമ്മൾ വീട്ടുകാർ മാത്രമായിട്ട് വീട്ടിൽ കേക്ക് മുറിക്കും, പുറത്ത് പോയി ഫുഡ് കഴിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അജുവേട്ടൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അപ്പോൾ ആ ഫ്രണ്ടിൻ്റെ ഫാമിലിയുടെയും കൂടെ ഞങ്ങളും ആ സമയത്ത് ലീവ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ വെളിയിൽ പോകാറുണ്ട്. അതായിരുന്നു പതിവുണ്ടായിരുന്നു കേട്ടോ. അതായത് എവിടെയെങ്കിലും ഔട്ടിങ്ങിന് പോകും, നമ്മൾ അവന് ഒരു സ്ഥലം കാണിച്ചു കൊടുത്ത് ഒന്ന് എൻജോയ്മെൻറ്റ് ചെയ്യുന്ന രീതിയിലാക്കിയെടുക്കും. അതാണ് ഞങ്ങളുടെ ആഘോഷം എന്ന് പറയുന്നത്. സ്റ്റാർ ബർത്ത്ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുമിച്ചാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി നമ്മൾ എൻജോയ് ചെയ്യുക, കഴിക്കുക, അത്രയൊക്കെ ഉള്ളൂ. അമ്പലങ്ങളിലൊക്കെ എന്ന് വെച്ചാൽ നാട്ടിലത്തെ പോലെയൊന്നും അമ്പലങ്ങളിൽ പോലും ചില സമയങ്ങളിൽ ഞങ്ങൾക്ക് പോകാൻ പറ്റാറുണ്ടായിരുന്നില്ല. അതായത് ഞങ്ങൾ ബറോഡയിലുണ്ടായിരുന്ന സമയത്തും അജുവേട്ടൻ അവിടെ ബറോഡയിൽ അഹമ്മദാബാദ് ആയ ശേഷമൊക്കെ നമുക്ക് രാവിലെ ഒന്നും അങ്ങനെ അമ്പലത്തിൽ പോക്കെടുക്കൊന്നും നടക്കില്ല. അപ്പം ഞാനും അവനും മാത്രമേ ഉണ്ടാവാറുണ്ടായിരുന്നുള്ളൂ, ചിലപ്പോൾ പപ്പ പോലും ഉണ്ടാവാറില്ല. അപ്പോൾ അതുകൊണ്ട് പപ്പ ഉണ്ടെങ്കിൽ നമ്മൾ പപ്പയോടെ പോവും, അല്ലാന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും വീട്ടിൽ പ്രാർത്ഥിക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെയൊക്കെ. ഇവിടെ പിന്നെ ഒരുപാട് ദൂരമുണ്ട്, വീട്ടിൽ അജുവേട്ടൻ ഉണ്ടെങ്കിൽ പോലും നമുക്ക് പോകാൻ പറ്റാത്ത അത്രയും ഒരുപാട് ദൂരമുണ്ട്. പക്ഷെ മാക്സിമം നമുക്ക് പോകാൻ നല്ല ദിവസങ്ങളൊക്കെ മാക്സിമം നമ്മൾ പോകാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ. പക്ഷേ ഇന്ന് അജുവേട്ടനില്ല, ആദ്യകൂട്ടരുമ്പോൾ സ്കൂളിൽ പോയിരിക്കുകയാണല്ലോ. അപ്പം ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ രാവിലെ തന്നെ ഭയങ്കര ടെൻഷനിലായിരുന്നു, കാരണം എനിക്ക് ചെറുതായിട്ട് വയറൊക്കെ വേദനെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, അപ്പോൾ വല്ല പ്രശ്നമാവുന്നതിന് മുന്നേ വേഗം ഞാൻ, കാരണം നമ്മൾ സദ്യയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നാളാവണ സമയത്ത് സദ്യയൊക്കെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നമ്മൾ വിളക്കത്ത് വെക്കുമല്ലോ. അപ്പോൾ വിളക്കത്ത് വെക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനത്തെ അശുദ്ധിയൊന്നും പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ മാക്സിമം എത്രയും പെട്ടെന്ന്, അതായത് അജുവേട്ടനും ആദ്യകൂടിനും രണ്ടുപേരും ഞാൻ ജോലിക്കും സ്കൂളിലൊക്കെ പറഞ്ഞു വിട്ട ഉടനെ ഞാൻ അടുക്കളയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പം തുടങ്ങിയാണ് രാവിലെ ഒന്നും കഴിക്കാനോ കുടിക്കാനോ ഒന്നും നിൽക്കാതെ, ചായ മാത്രം രാവിലെ കുടിച്ചോ, വേറെ ഒന്നും കഴിക്കാനോ ഒന്നും ചെയ്യാനോ മെനക്കെടാണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് ഉച്ചയ്ക്കത്തിൽ ഫുഡ് ദൈവത്തിന്, അതായത് ഞാൻ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അവൻ സ്കൂൾ വിട്ട് വന്നിട്ട് ടൈം ആവണ സമയത്ത് അവനാണെങ്കിൽ എടുത്ത് ദൈവത്തിന് വെച്ച് കൊടുത്തോളും. അപ്പം ആ ഒരു പ്രതീക്ഷയിൽ ഞാൻ എളുപ്പത്തിൽ വേഗം പണി ഒതുക്കുകയാണ് കേട്ടോ. എളുപ്പം പണിയൊക്കെ ഒതുക്കി ഒരു 9:30 ആകുമ്പോഴേക്കും എൻ്റെ എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്തു, അരി കഴുകാനിട്ടു. അരി കഴുകി അടുപ്പത്തിട്ട് അരി ഒന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് ഞാൻ ഇപ്പുറത്ത്, അതായത് അരി കുക്കറിലാണ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കാരണം കുറച്ച് വേവുള്ള അരിയായിരുന്നു, അതുകൊണ്ട് കുക്കറിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അരി കുക്കറിലാക്കിയിട്ട് തിളപ്പിച്ചിട്ട് ഞാൻ വാർക്കുക ചെയ്യാറുള്ളത്. അങ്ങനെ അരി കുക്കറിലാക്കി വെച്ച് തിളപ്പിച്ച് വാർത്തിട്ട് അതൊരു സൈഡിൽ വെച്ചിട്ടുണ്ട്, വാർത്തിട്ടില്ല, കുക്കറിൽ നിന്ന് മാറ്റിയിട്ടൊരു സൈഡിൽ വെച്ചിട്ടുണ്ട്. അത് മാറ്റിയ ഉടനെ അതേ അടുപ്പിൽ വേഗം പായസത്തിനുള്ള പരിപാടികളൊക്കെ നോക്കി ഏകദേശം പായസമൊക്കെ നമ്മൾ എന്താ പറയുക, നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഉണ്ടായിരുന്നില്ല, അണ്ടിപ്പരിപ്പൊക്കെ വറുത്ത് കൂട്ടി, ഞാൻ പറഞ്ഞല്ലോ പ്രത്യേകിച്ച് വെച്ച് കേട്ടുള്ളൊന്നുമില്ല, നമ്മുടെ അടുത്തുള്ള സാധനങ്ങളുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യും, അതാട്ടോ പതിവ്. അപ്പോൾ വേഗം അണ്ടിപ്പരിപ്പ് ഉണ്ടായിരുന്നു, അപ്പോൾ വേഗം നെയ്യിൽ അണ്ടിപ്പരിപ്പ് വറുത്ത് കൂട്ടി. സേമിയ പായസം ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും, അടപ്പായസം ഇഷ്ടമാട്ടോ, പക്ഷേ അതിൻ്റെ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വിഷുവിന് നമ്മൾ സേമിയ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിച്ച് വെച്ചപ്പോൾ തന്നെ മമ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് മാറ്റി വയ്ക്കുക, അവന് പിറന്നാളുണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ വേഗം
അത് കുറച്ച് മാറ്റി വെച്ചതുകൊണ്ട് അതുകൊണ്ട് വേഗം പായസം ഉണ്ടാക്കി. ഒരുപാടൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ബറോഡയ്ക്ക് തിരിച്ച് പോവും വൈകുന്നേരം എന്നുള്ളത് കൊണ്ട് തന്നെ. പിന്നെ 2 വീലറിൽ പോകുന്നതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാനും പറ്റില്ല. ഇത് 2 വീലറൊക്കെ റിസ്ക്കാണ്. അയാൾ 3 പേരുണ്ട്, സാധനങ്ങളുണ്ട്, അത് തുണി കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ നമുക്ക് കൊണ്ടുപോകാൻ പാടായതുകൊണ്ട് ഞാൻ എന്തായാലും അത്രേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പായസം ചെറിയ പാത്രത്തിൽ ഒഴിച്ചപ്പോൾ ഉണ്ടല്ലോ, അത് പകർന്ന് വെച്ചപ്പോൾ അത് ഒരുപാട് ആയപ്പോൾ അടച്ച് വെക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതെടുത്തിട്ട് ഒരു ചെറിയ ഗ്ലാസ്സിലേക്കും കൂടെ ഒഴിച്ചിട്ട് മാറ്റി വെച്ചു ദൈവത്തിന് കൊടുക്കാനുള്ളത്. എന്നിട്ട് വേഗം അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തുടച്ച് വൃത്തിക്കിട താഴെ പോയതൊക്കെ. എന്നിട്ട് വേഗം അടുത്ത നമ്മൾ അവന് ഇഷ്ടപ്പെട്ട സംഭവങ്ങളാണ് മോര് കാച്ചിയത്. അതായത് മോര് കറി, കഷ്ണങ്ങളില്ലാത്ത മോര് കറി, അല്ലെങ്കിൽ മോര് കാച്ചി എന്നൊക്കെ പറയാം. മോര് കാച്ചിയും അതുപോലെ തന്നെ എന്താ പറയുക, ഉരുളക്കിഴങ്ങ് ഉപ്പേരിയും. ഉച്ചയ്ക്ക് ഞങ്ങൾ മാത്രമേ ഉള്ളൂ വരും. അപ്പം ഞാൻ എന്ത് ചെയ്തു, വേഗം അതാണ് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അവൻ്റെ ഇഷ്ടമുള്ള ഐറ്റംസ് തന്നെ ആയിക്കോട്ടെ. ഇതിപ്പോൾ സദ്യക്ക് വിളമ്പാൻ പറ്റിയ മാത്രമായിട്ടുള്ള ഐറ്റംസ് ആണോ അങ്ങനെയൊന്നും നോക്കിയില്ല കേട്ടോ. അവനിഷ്ടമാണ്, അപ്പം ഞാനത് ഉണ്ടാക്കി, അത്രേ ഉള്ളൂ. പിന്നെ ഫ്രിഡ്ജിൽ അച്ചാറിരിക്കുന്നുണ്ട്, നമ്മുടെ വിഷുവിന് ഉണ്ടാക്കിയ അച്ചാറിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ശരി, ചോറും തിളപ്പിച്ചിട്ട് നമ്മൾ വാർക്കാൻ വേണ്ടിയിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് ആദ്യം ഞാൻ പപ്പടം വറുത്തെടുത്തു. നമ്മുടെ നാടൻ പപ്പടം ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നാടൻ പപ്പടം ഞങ്ങൾ മിക്കവാറും ഇവിടെ നിന്ന് വാങ്ങിക്കാറില്ല. നാട്ടിൽ നിന്ന് ഞാൻ വരുന്ന സമയത്ത് ഒരു കുറച്ച് കൂടുതൽ വാങ്ങിച്ചു കൊണ്ടുവരും. എന്നിട്ട് എന്ത് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് മാത്രമായിട്ട് കണ്ടിന്യൂസ്ലി ഉണ്ടാക്കില്ല, ഇടയ്ക്കിടയ്ക്ക് മാത്രമായിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഫ്രിഡ്ജിൽ വയ്ക്കും. അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് എടുക്കും. അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു 3 മാസം വരെയൊക്കെ ഞാൻ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യും. ഒരുപാടൊന്നും കൊണ്ടുവരാറില്ലെങ്കിൽ പോലും ഒരു 2 ലിറ്റർ വീതമൊക്കെ ആയിട്ട് അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഒരു കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റൂ കേട്ടോ. അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വിഷുവിനും നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരി, ഓക്കെ, എന്തായാലും പപ്പടം വേണമെന്നല്ലോ ശാസ്ത്രത്തിനെന്ന് പറഞ്ഞിട്ട് ഗുജറാത്തി പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ. 2 എടുത്തിട്ട് കാച്ചി ചെയ്ത്. അപ്പോൾ അത് എനിക്കും അവനും ഒരുപാട് ഇഷ്ടമുള്ള സാധനം അല്ലാത്തതുകൊണ്ട് തന്നെ 2 എടുത്തിട്ട് ഞങ്ങൾ 2 പേർക്ക് ഓരോന്നായിട്ട് മാത്രമേ കാച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതും കൂട്ടി കഷ്ണങ്ങളാക്കിയിട്ട്. കാരണം എണ്ണ കാച്ചി വെച്ച് കഴിഞ്ഞാൽ പപ്പടം കാച്ചാൻ വേണ്ടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ എണ്ണ അത്രയും ബാക്കി വരുമ്പോൾ ഉണ്ടല്ലോ നമുക്കത് ഭയങ്കര പാടാണ്. പിന്നെ എണ്ണ അതുപോലെ അവിടെ ഇരിക്കും. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് എണ്ണ, അതായത് നമ്മൾ മോര് കാച്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വേണ്ട എണ്ണയ്ക്ക് മാത്രമുള്ള എടുത്തിട്ട് ആ എണ്ണയിൽ വേഗം നമ്മൾ പപ്പടം കാച്ചിയെടുത്തു. ഈ എണ്ണയിൽ ഈ പപ്പടത്തിലാകുമ്പോൾ പൊടി ഉണ്ടാവില്ല കേട്ടോ, ഉഴുന്നിൻ്റെ പൊടിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ വേഗം ആ എണ്ണയിൽ പപ്പടം കുട്ടി കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ട് പിന്നെ ആ എണ്ണയിൽ നമ്മൾ കടുക് പൊട്ടിച്ചിട്ട് അതിനകത്ത് മഞ്ഞപ്പൊടി മുളക് പൊടി ഓഫ് ചെയ്തിട്ട് ഇട്ട് വെച്ചു. പിന്നെ നന്നായി തണുത്ത ശേഷം പിന്നെ ഞാൻ മോരടിച്ചിട്ട് ഒഴിച്ചിട്ട് പിന്നെ അതൊന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുത്തിട്ട് ബാക്കി അത് വെച്ച കൂട്ടാനും അതുപോലെ തന്നെ ഉപ്പേരി എല്ലാ സാധനങ്ങളും ഞാൻ പാത്രത്തിലേക്ക് പകർന്നൊഴിക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ അടുക്കളയിൽ വെച്ച് കഴിഞ്ഞാൽ അവനത് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇത് കഴിഞ്ഞ പിന്നെ വീണ്ടും ഞാൻ എല്ലാ പാത്രങ്ങളും ചിലപ്പോൾ പൂവാറാകുമ്പോൾ വീണ്ടും കഴുകാൻ നിൽക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വേഗം അതൊക്കെ കാലിയാക്കി പാത്രങ്ങളൊക്കെ കഴുകി വെച്ചത്. 9:30 ആകുമ്പോഴേക്കും എൻ്റെ എല്ലാ പണികളും തീർന്നു. സ്വസ്ഥമായി ഞാൻ പോയി ഇരുന്നു കുറച്ച് നേരം. പിന്നെ ആദ്യം കൊണ്ട് ഉച്ചയ്ക്ക് വന്ന് അതിന് എനിക്കാണെങ്കിൽ വിശന്നിട്ട് കണ്ണ് കാണാൻ പാടുണ്ടായിരുന്നില്ല. കാരണം രാവിലെയും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഭയങ്കര പൊരിഞ്ഞുള്ള പണിയും ചൂടും എല്ലാം കൊണ്ടിട്ട് ഭയങ്കര ക്ഷീണമൊക്കെ തോന്നി. അപ്പോൾ വേഗം അവനോട് ഞാൻ പറഞ്ഞു, ഒരു കാര്യം ആയിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എന്നിരുന്നാൽ പോലും ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, നീ അജേട്ടിന് പെലയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലായിടത്തും തൊട്ടുമുട്ട് നമ്മൾ ഇതാവണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ചെയ്ത് നീ കുളിച്ചിട്ട് വന്നിട്ട് വേഗം എല്ലാം വിളമ്പിയിട്ട് ദൈവത്തിനോട് വെച്ച് പൂജ കഴിക്കുന്നു കേട്ടോ. അങ്ങനെ അവൻ വെച്ച് പൂജയൊക്കെ കഴിച്ചിട്ട് എപ്പോഴും ആ വെച്ചത് അവൻ തന്നെ കഴിക്കാറില്ല കേട്ടോ. അത് പിറന്നാളാണെങ്കിലും അല്ലെങ്കിലും അങ്ങനെ ഹാപ്പി ആയിട്ട് അവൻ്റെ ഒരു പിറന്നാൾ ദിവസം കടന്നുപോയി. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.